ഒരു ദിവസം കൂടെ ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവിനെക്കുറിച്ച് ഇപ്രകാരം ഞാൻ വായിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ അവൻ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു നടന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഒരു സന്ദർഭത്തിൽ പറയുകയാണ്, ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ നീ എടുത്തുകൊള്ളണമെന്ന് അവൻ ദൈവത്തോടെ യാചിക്കുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന് നാം പുറകോട്ട് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസൻ ഈ കാലഘട്ടത്തിൽ സത്യത്തെ സത്യമായിട്ട് വിളിച്ചു പറയുകയും ദൈവത്തിൻ്റെ ആലോചന ജനത്തോടെ അറിയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുസരണമുള്ള ഒരു നല്ല പ്രവാചകനാണ്. ആരെയും ഭയപ്പെടാതെ തനിക്ക് ലഭിച്ചിട്ടുള്ള സത്യങ്ങൾ ഉള്ളതുപോലെ പറയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ധീരത കാണിച്ച പ്രവാചകൻ. പലപ്പോഴും ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട് ജീവിക്കുന്ന അനേക ആളുകൾ, അനേക വിശ്വാസ വീരന്മാരെ സാത്താൻ പലപ്പോഴും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും പ്രയാസത്തിൻ്റെയും ഘട്ടങ്ങളിൽ കൂടെ കടത്തിവിട്ട് നിരാശരായിട്ട് മാറുന്ന അനുഭവം നമുക്ക് ദർശിക്കാൻ കഴിയും. ഏലിയാവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുണ്ടായി. ഇസബേൽ രാജ്ഞി അവനോട് വിളിച്ചു പറയുകയാണ്, 480 പ്രവാചകന്മാരും 400 അശേര പ്രവാചകന്മാരുമായിട്ട് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായിരിക്കും ദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദാസൻ ഒരു വെല്ലുവിളിയുമായിട്ട് നിൽക്കുന്ന കാഴ്ച കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നമുക്ക് ദർശിക്കാൻ കൊണ്ട് കഴിയും. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, യഥാർത്ഥമായിട്ടുള്ള ദൈവം ആരാണെന്ന് കാണിച്ചു തരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായി. ദൈവത്തിൻ്റെ ദാസന് ചെന്ന് ആഹാബ് രാജാവിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഇനി ഉണ്ടാകത്തില്ല എന്ന് അവൻ പറയാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ യഹോവയായിരിക്ക് ദൈവം അവനോട് പറയുകയാണ്, നീ നിന്നിനെ തന്നെ രാജാവിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം പറയുകയാണ്. അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഏലിയാവ് ആഹാബിന് സ്വയം വെളിപ്പെടുത്തുവാൻ പോയി. അപ്പോൾ ശമര്യയിൽ ക്ഷാമം കഠിനമായിരുന്നു. ഈ ക്ഷാമം കഠിനമായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം പറയുകയാണ്, നീ ആഹാബ് രാജാവിനോട് ചെന്ന് നിന്നെ തന്നെ സ്വയമായിട്ട് വെളിപ്പെടുത്തുവാൻ പറയുകയാണ്, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കാൻ കൊണ്ട് പോകുന്നുവെന്ന് അവൻ ചെന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവിനോട് പറയുകയാണ്, ദേശത്തെ കഷ്ടപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, രാജാവേ, ദേശത്തെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നിൻ്റെ തെറ്റായ രീതിയിലുള്ള പോക്കുകൊണ്ട് ആഹാബ് രാജാവേ ദേശം കഷ്ടതയിലും പ്രയാസത്തിലും പ്രതികൂലങ്ങളുമായിത്തീരുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രാജാവിനോട് പ്രവാചകനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് പറയുകയാണ്, അതുകൊണ്ട് യഥാർത്ഥമായിരിക്കും ദൈവം ആരാണെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. കർമ്മേലിൻ്റെ കൊടുമുടിയിലേക്ക് ജനത്തെ കൂട്ടിവരുത്തുവാൻ പറഞ്ഞു. അവിടെ വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ കൂടെ കർത്താവായ യഹോവയായിരിക്കും ദൈവം ആരാണെന്ന് ഞാൻ നിന്നെ കാണിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് രാജകൊട്ടാരത്തിൽ നിന്ന് കർമ്മേലിൻ്റെ കൊടുമുടിയിലേക്ക് വന്നു. 400 പ്രവാചകന്മാരെയും 480 ബാലിൻ്റെ പ്രവാചകന്മാരെയും ഒരുമിച്ച് കൂട്ടി അവരോട് പറയുകയാണ്, നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുക്കുക, ഞാനും ഒരു കാളയെ തിരഞ്ഞെടുക്കാം. ഒരു യാഗപീഠം ഉണ്ടാക്കിയതിന് ശേഷം ആ യാഗപീഠത്തിനകത്ത് ഈ കാളയെ വിറകിൻ്റെ മുകളിൽ വെച്ച് അതിൽ തീ കത്തിക്കാതെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിനെ ദഹിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ദൈവത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാനും അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. യഥാർത്ഥമായിരിക്കും ദൈവം ആരാണെന്ന് നമുക്ക് അറിയാമെന്ന് പറയുകയാണ്. ഈ സാഹചര്യത്തിൽ ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയും മന്ത്രിമാരും
ഇസ്രായേൽ ജനമൊക്കെയും ഒരുമിച്ച് അതിനെ സംബന്ധിച്ച് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ എല്ലാവരും വന്നു നിന്നു. 480 ബാലിൻ്റെ പ്രവാചകന്മാരും 400 അശേര പ്രവാചകന്മാരും അവർ ഒരുമിച്ച് വന്നിരുന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ആദ്യം നിങ്ങൾ തുടങ്ങാൻ പറയുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരങ്ങനെ യാഗപീഠമുണ്ടാക്കി യാഗപീഠത്തിനകത്ത് വിറകുകളെ വെച്ചു. അതിൻ്റെ മുകളിൽ അവർ കാളയെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് അതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതിവ് പോലെ സാധാരണ ചെയ്യുന്നത് പോലെ അവർ അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാലിൻ്റെ ദൈവത്തോട് അവർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയങ്ങളിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ വാളുകൊണ്ട് തങ്ങളുടെ ശരീരങ്ങളെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി, അവരുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ തുടങ്ങി. അവർ എല്ലാവിധമായിരിക്കുന്ന കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ബാലിൻ്റെ പ്രവാചകൻ്റെ ശക്തി വെളിപ്പെടുവാൻ തൊക്കണം അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അവർ ഉറക്കെ വിളിച്ച് തങ്ങളുടെ ആചാരം അനുസരിച്ച് രക്തം ഒഴുകുന്നതുവരെ വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. അവരവരുടെ ദൈവത്തോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ അനേക ആളുകളുണ്ട്, തങ്ങളുടെ ശരീരങ്ങളെ ആവശ്യമില്ലാത്ത രീതിയിൽ ദണ്ഡിപ്പിച്ചുകൊണ്ട് ദൈവപ്രസാദം ലഭിക്കുവാൻ തൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെയൊന്നും അനുശാസിക്കുന്നില്ല. കാരണം യഹോവയായിരിക്കും ദൈവമാണ് നമ്മുടെ ശരീരങ്ങളെ നിർമ്മിച്ച് അതിനെല്ലാവിധമായിരിക്കുന്ന സൗന്ദര്യത്തോടുകൂടി ദൈവം നിർമ്മിച്ചുമ്പോൾ ആ സൗന്ദര്യത്തോടുകൂടി ആ അവസ്ഥയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിപ്പാൻ തൊക്കണം ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ ഉറക്ക നിലവിളിച്ച് അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചു, രക്തമൊഴുകി. രാജാവും മന്ത്രിയും അതുപോലെ തന്നെ സകല ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കുമെന്ന് ആ പ്രത്യാശയോടുകൂടി അവർ കാത്തിരുന്നു. ഒന്നും സംഭവിച്ചില്ല. പിന്നീടെന്താണ്? മധ്യാഹ്നം കഴിഞ്ഞു, സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയം വരെ അവർ പ്രവചിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ നാം വീണ്ടും വായിക്കുന്നുണ്ട്, അവിടെ ഒന്നും സംഭവിച്ചില്ല. അവർ നിരാശരായിട്ട് മാറി. ഇത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഉറക്കെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിർത്തുക നിങ്ങളുടെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെയും. ജീവനുള്ള ദൈവം ആരാണെന്ന് ഞാൻ തെളിയിക്കാൻ തൊക്കണം, നിങ്ങളെനിക്ക് അവസരം തരുവാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെല്ലുവിളിയുമായിട്ട് എഴുന്നേറ്റുകൊണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞു കിടന്നിരിക്കുന്ന യാഗപീഠങ്ങളെയൊക്കെ നന്നാക്കി അത് ശരിയാക്കി അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് അതിൽ വിറകടുക്കി കാളയെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് അതിന് മുകളിൽ വെച്ചു. അതിന് മാത്രമല്ല, അതിന് ചുറ്റുമായിട്ട് ഒരു തോടെടുത്ത് അതിലൊക്കെ വെള്ളം നിറയ്ക്കാൻ കൊണ്ടും പറഞ്ഞു. ഈ യാഗപീഠത്തിൻ്റെ മുകളിൽ കാളയുടെയും ഈ വിറകിൻ്റെയും മുകളിൽ വെള്ളമൊക്കെ നിറച്ചതിന് ശേഷം അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തൊക്കെ വലിയ താല്പര്യത്തോടു കൂടി അവനായിരിക്കുകയാണ്. അവൻ അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യപ്രകാരം വായിക്കുന്നു, സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്ന് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്നെ നടത്തിയ ദൈവമാണ് എങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഈ യാഗവസ്തുവിനെയും ദഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ വീരനായിരിക്കുന്ന ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് സകല ജനവും കാണുക അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിയേറിയ കരം ഇറങ്ങി വന്ന് ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കണമെന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താണ് സംഭവിച്ചത്? അവൻ്റെ പ്രാർത്ഥന അവസാനിക്കുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തിലെ ദൈവം പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് യഹോവയാർക്ക് ദൈവം എന്താണ് ചെയ്തത്? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിലേക്ക് കടന്നു വന്ന് അതിനെ ദഹിപ്പിച്ച് കളഞ്ഞു. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നീ ദൈവത്തോട് കണ്ണുനീരോടുകൂടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിൻ്റെ ആവശ്യങ്ങളെ പറഞ്ഞ് നിൻ്റെ സൃഷ്ടിതാവിനോട് നീ യാചിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് മറുപടി അയക്കുക തന്നെ ചെയ്യും. അനേക ആളുകൾ പ്രാർത്ഥിച്ച് നിരാശരായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഏലിയാവിനെ സംബന്ധിച്ച് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കുക
സംഭവിക്കുമെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമ്മിൽ എത്ര പേര് അങ്ങനെ പറയാണ്ട് കൊണ്ട് കഴിയും? പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിൻ്റെ യാചനയ്ക്ക് വേണ്ടി സദാസമയം ചെവിയോർത്തിരിക്കുന്ന, കണ്ണ് തുറന്നിരിക്കുന്ന ഒരു നല്ലവനായിരിക്കും ദൈവം നമുക്ക് ഉണ്ട്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് തുടർന്ന് പറയുകയാണ്, ഈ പ്രവാചകന്മാരെ ഒരുത്തരെയും വിടരുത്, അവൻ രക്ഷപ്പെടുവാണ്ടൊക്കെ സമ്മതിക്കരുത്. ദൈവത്തിൻ്റെ അഗ്നി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി യാഗപീഠത്തെ ദഹിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓടി രക്ഷപ്പെടുവാണ്ടൊക്കണം, ജീവരക്ഷാർത്ഥം ഓടുവാണ്ടൊക്കെ ശ്രമിച്ചു. എന്നാൽ പറയുകയാണ്, അവനെ ഒരുത്തരെയും വിടരുത്, മുഴുവണ്ണത്തിനെ പിടിക്കാൻ പറയുകയാണ്. അവൻ എല്ലാവരെയും പിടിച്ചു കൊണ്ടുവന്ന് എന്താണ് ചെയ്തത്? കീശോൻ തോട്ടിൻ്റെ കരയിൽ കൊണ്ടുവന്ന് അവരെ മുഴുവനായിട്ട് കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ ന്യായവിധി, ദൈവത്തിൻ്റെ നീതിയായിരിക്ക പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും നിൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥകളുമായിട്ട് നടന്ന് ജനത്തെ വഞ്ചിക്കുവാണ്ടൊക്കണം, ജനത്തെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റുവാണ്ടൊക്കണം ശ്രമിക്കരുത്. ആഹാബിനോട് പറഞ്ഞത്, ആഹാബ് ഏലിയാവിനോട് പറഞ്ഞ കാര്യം ഇങ്ങനെ പ്രകാരമാണ്, ഏലിയാവേ, ഞാനല്ല ഇത് ചെയ്തതിൻ്റെ കാരണം നീ മുഖാന്തരമാണ് ദേശത്ത് ക്ഷാമം ഉണ്ടായെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാനല്ല, നീ നിൻ്റെ പിതൃഭവനവും ഇപ്രകാരം നിങ്ങൾ ജീവിതത്തിൻ്റെ തെറ്റായ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവനാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, പലപ്പോഴും പാപത്തെ നോക്കിക്കൊണ്ട് പാപമൊന്ന് വിളിപ്പാണ്ടൊക്കണം ജനം ലജ്ജിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മളുടെ സാഹചര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് അവരോട് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത്? രാജാക്കന്മാരോട് അല്ലെങ്കിൽ പ്രഭുക്കന്മാരോട് ഭരണാധിപന്മാരോട് ലോകത്തിലുള്ള സകല മനുഷ്യരോടും യേശുക്രിസ്തുവിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തുവാണ്ടൊക്കെയാണ് ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുമ്പോൾ പറയുവാണ്ടൊക്കെ കഴിയാതെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അതേ രീതിയിൽ ശുശ്രൂഷിച്ച് അവരുടെ ശുശ്രൂഷയിൽ നിന്ന് മാറുവാണ്ടൊക്കെ അനേക ആൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തെ സത്യമായിട്ട് വിളിച്ചു പറയാണ്ടൊക്കെ കഴിയണം. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈസബേൽ രാജ്ഞിയോട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായിരിക്കുന്ന ആഹാബ് ചെന്ന് ചരിത്രങ്ങളൊക്കെയും പറഞ്ഞു. 400 പ്രവാചകന്മാരെയും 480 ബാലിൻ്റെ പ്രവാചകന്മാരെയും ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് കൊന്നുകളഞ്ഞു. ദുഃഖകരമായിരിക്കുന്ന അനുഭവം നടന്ന സംഭവങ്ങൾ അതുപോലെ ചെന്ന് പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈസബേൽ രാജ്ഞിയോട് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഹാബ് രാജാവ് ചെന്ന് വിസ്തരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈസബേൽ രാജ്ഞി കോപം കൊണ്ട് തുള്ളിക്കൊണ്ട് അവൾ പറയുകയാണ്, ഇങ്ങനെ അത് ചെയ്തുവെങ്കിൽ നാളെ ഒരു ദിവസമുണ്ടെങ്കിൽ നാളത്തെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് ഏലിയാവിനെ അവർ ഒരുവൻ്റെ ജീവനെ പോലെ ഞാൻ ആക്കി തീർക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് അവൾ ദൂതന്മാരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് ഏലിയാവിനോട് ഈ വിവരം പറയുകയാണ്. ഏലിയാവിനോട് ചെന്ന് പറഞ്ഞു. നമുക്ക് വായിക്കാം വിശുദ്ധ വേദപുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഈസബേലിനോട് പറഞ്ഞു. 2-ാമത്തെ വാക്യം, ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ സമയത്ത് ഞാൻ നിൻ്റെ ജീവനെ അവരൊരുവൻ്റെ ജീവനെ പോലെ ആക്കുന്നതിൽ ദേവന്മാർ എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ എന്ന് വെല്ലുവിളിച്ചു. ഈ വെല്ലുവിളിയുടെ ദൂത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവിൻ്റെ ചെവിയിലെത്തി. ഏലിയാവിന് ഭയമായി. സ്ത്രീ അല്ലെങ്കിൽ ഈസബേൽ രാജ്ഞി പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരം ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ ഭയന്ന് ഒരു ദിവസത്തെ വഴി ദൂരം നടന്നു ചെന്ന് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് അവൻ മരിക്കാണ്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, യഹോവയായിരിക്കും ദൈവമേ, എനിക്കിനി ജീവിക്കേണ്ട, എനിക്ക് മതിയെന്നവൻ പറയുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, അനേക കാലഘട്ടത്തിൽ ജീവിച്ച് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ദർശിച്ച് വായിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന അനേക ശുശ്രൂഷകന്മാർ, ധീരതയോടുകൂടെ നിന്ന് ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് നിന്ന് പ്രവർത്തിച്ചിരിക്കുന്ന അനേക ആളുകൾ ചില ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ അവർ മിനിസ്ട്രി അവസാനിച്ചു, ദൈവത്തിൻ്റെ വചനം ഇനി ഞാൻ പ്രസംഗിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദപുസ്തകം അടച്ചു വെച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ ഏതെങ്കിലും മറ്റ് സാഹചര്യങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഇതാ അനേക അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യന്, അതിശയങ്ങൾ ചെയ്ത് പ്രവർത്തിച്ച മനുഷ്യന് ഒരു സമയത്ത് അവൻ ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം അവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കെരീത്തോട്ടിൻ്റെ കരയിൽ അവനെ ഒളിപ്പിച്ചിരുത്തുകയാണ്. അവനവിടെ ഒളിച്ചിരുന്ന് ആ സ്ഥാനത്തിരിക്കുമ്പോൾ ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക, എല്ലാ ദിവസവും അവന് കാക്കയുടെ കരങ്ങളിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അങ്ങനെ ഇരുന്ന് അവൻ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ കെരീത്തോട്ടിൽ വെള്ളം വറ്റി. ദൈവം അവനോട് പറയുകയാണ്, കെരീത്തോട്ടിൽ വെള്ളം വറ്റി, ദാനിയേലേ, ഏലിയാവേ,
നിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നീ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനൊക്കെ ദൈവനോട് പറയുകയാണ്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ നടന്ന് സാരഭാതയിലൊരു വിധവയുടെ അടുത്ത് ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് ആ വിധവയായിരിക്കുന്ന സ്ത്രീ ചുള്ളിൽ പെറുക്കിക്കൊണ്ട് ആഹാരമുണ്ടാക്കി കഴിച്ച് മരിക്കുവാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അവൻ്റെ അടുത്ത് ചെന്ന് അവളെ വന്ദനം ചെയ്തിട്ട് പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, അല്പം വെള്ളം തരണമെന്ന് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് ആ സ്ത്രീ അവനോട് പറയുകയാണ്, നിനക്ക് വെള്ളമെടുക്കാണ്ടൊക്കണം. അവൾ പോയപ്പോൾ അവൻ വിളിച്ചു പറയുകയാണ്, നീ തിരിച്ച് വരുന്ന സമയത്ത് എനിക്കൊരു അപ്പക്കഷ്ണം കൂടെ കൊണ്ടുപോകാണ്ടൊക്കണം പറയുകയാണ്. അവൾ പറയുകയാണ്, യജമാനനെ അങ്ങനെ കൊണ്ടുപോകാണ്ടൊക്കണം ഞങ്ങളുടെ കയ്യിലില്ല, അല്പം മാവ് മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, അല്പം എണ്ണയും മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഇത് ഉണ്ടാക്കി ഭക്ഷിച്ച് ഞാനും എൻ്റെ മാലിന് മരിക്കാണ്ടൊക്കണം ഇരിക്കുമെന്ന് പറഞ്ഞു. പ്രവാചകൻ വീണ്ടും അവളെ നിർബന്ധിക്കുകയാണ്, കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? അവളുടെ കലത്തിലെ മാവും അവളുടെ തുരുത്തിയിലെ എണ്ണയും തീർന്നു പോയില്ല. അത് വർദ്ധിച്ച് ക്ഷാമകാലം ആ ദേശത്ത് എത്രത്തോളം നീണ്ടു നിന്നോ അതുവരെ ദൈവങ്ങളെ പുറത്തു കണ്ടുകൊണ്ട് സാധിച്ചു. ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ഈ ദിവസത്തിൽ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശക്തനായിരിക്കും ദൈവമാണ്. അവൻ നമ്മെ പോറ്റുന്ന ദൈവമാണ്. ഇതൊക്കെ രുചിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ ദാസന് ഒരു സമയത്ത് ചെന്ന് അവൻ അനേക അത്ഭുതങ്ങൾ ചെയ്തില്ലെങ്കിൽ അനേക അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത വീരപ്രവർത്തികൾ ചെയ്ത പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഈ കർത്താവിൻ്റെ ദാസൻ അല്പനിമിഷങ്ങൾക്കുമായിട്ട് ഇസബേലിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഭയന്നുകൊണ്ട് അവൻ ചൂരച്ചിടിയുടെ തണലിൽ കിടന്ന് മരിക്കാണ്ടൊക്കെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നോക്കിയാട്ടെ, ദൈവം അവൻ്റെ അടുത്തേക്ക് തട്ടി ഉണർത്തിയ ശേഷം പറയുകയാണ്, നീ മരിക്കാണ്ടൊക്കെയുള്ളവനല്ല, നീ മരിക്കാണ്ടൊക്കെയുള്ളവനല്ല. ഇന്ന് ലോകത്തിൽ അനേക സുവിശേഷന്മാർ, അനേക ദൈവമക്കൾ ദൈവസന്നിധി വിട്ട് ഓടിപ്പോകുന്ന കാഴ്ച നമുക്ക് ദർശിക്കാൻ കഴിയും. ദൈവം അവരെ നോക്കിക്കൊണ്ട് പറയുന്നത്, നിനക്ക് നിൻ്റെ ജീവിതം അവസാനിക്കാണ്ടൊക്കെയുള്ളതല്ല, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. സ്വയമായിട്ട് നാം പറയാറുണ്ട്, മതി ദൈവമേ എനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങളെ എനിക്കറിയാം, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ നിന്നുകൊണ്ട് അവർ പറയുകയാണ്, പപ്പ മമ്മി എനിക്കിനി പഠിക്കേണ്ടൊക്കെ തുടർന്ന് പഠിക്കേണ്ടൊക്കെ മതിയാക്കുമെന്ന് പറയുകയാണ്. അനേക മാതാപിതാക്കന്മാർ പറയാറുണ്ട്, ഈ ജീവിതം എനിക്ക് മടുത്തു, എനിക്ക് മതിയാക്കണം എന്ന് പറയുന്നുണ്ട്. അനേക രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നുണ്ട്, രാഷ്ട്രത്തെ ഭരിക്കേണ്ടൊക്കെ എനിക്ക് കഴിയത്തില്ല, വളരെ വേദനാജനകമാണ്, പ്രയാസം നിറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് അവർ പറയാറുണ്ട്. അനേക സുവിശേഷന്മാർ, അനേക രാഷ്ട്രീയ നേതാക്കന്മാർ, അനേക കുടുംബത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ, പ്രായഭേദമന്യേ അനേക ആളുകൾ പറയുകയാണ്, മതി എന്ന് പറയുകയാണ്. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, യഹോവയായിരിക്കും ദൈവം സ്വന്തം സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ നമ്മെ നിർമ്മിച്ച് നമുക്ക് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായിട്ട് ജീവിക്കാണ്ടൊക്കണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മതി എന്ന് പറയുവാണ്ടൊക്കണം അവകാശമില്ല. ദൈവം നമ്മെ എത്രത്തോളം നടത്തുവാണ്ടൊക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അത്രത്തോളം ലോകത്ത് ജീവിപ്പാൻ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നാം ഈ ഭൂമിയിൽ വിളിച്ചറിയിക്കാണ്ടൊക്കെയുണ്ട്. ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രങ്ങളിലും എല്ലാ സമൂഹത്തിലും ചെന്നുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും യേശുക്രിസ്തുവിനെ പറയുവാണ്ടൊക്കെ നമുക്ക് കഴിയുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ എന്താണ് മതി എന്ന് പറഞ്ഞിരിക്കുന്ന, അവൻ ഭക്ഷിച്ച് പാനം ചെയ്ത് ദൈവനെ തട്ടി ഉണർത്തി അവൻ 40 രാവും 40 പകലും കൊണ്ട് നടന്ന് അവനൊരു പർവ്വതത്തിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ദൈവം അവിടെ നിന്ന് അവനെ വിളിച്ചിട്ട് പറയുകയാണ്, ഏലിയാവേ ഇവിടെ നിനക്ക് വിശ്രമിപ്പാണ്ടൊക്കെ കഴിയത്തില്ല, നീ പുറത്ത് വരുവാണ്ടൊക്കെ പറയുകയാണ്. ദൈവം അവനെ പുറത്ത് കൊണ്ടുവന്ന് മറ്റൊരു വഴിയായിട്ട് അവനെ തിരിച്ചു വിട്ട് യഹോവയായിരിക്കും ദൈവത്തിൻ്റെ ദൗത്യം നോക്കിയാട്ട് അവന് യേഹൂവിനെ രാജാവായിട്ട്, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാണ്ടൊക്കെയാണ്. അവൻ അഭിഷക്തനായിട്ട് ആ ദേശത്തേക്ക് പോയി അവനെ അഭിഷേകം ചെയ്യുന്നിടത്ത് കാണുന്നുണ്ട്. അങ്ങനെ യേഹൂവിനെ അഭിഷേകം ചെയ്തു, ഇസ്രായേലിൻ്റെ രാജാവായിട്ട് നിൽക്കുകയാണ്. ഒരു സമയത്ത് ഇസബേൽ രാജ്ഞി വിളിച്ച് പറയുകയാണ്, ഞാൻ നിന്നെ തകർത്ത് കളയും, നിന്നെ കൊന്നുകളയും, നിന്നെ ഇല്ലാതാക്കും എന്നൊക്കെ വെല്ലുവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദാസന് ഭയന്നു. ഈ ദൈവത്തിൻ്റെ ദാസൻ എന്താണ്? യേഹൂവിനെ അഭിഷേകം ചെയ്ത് വിടുകയാണ്. അതിന് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. യേഹൂവേ, ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുന്നത് ഇസബേൽ രാജ്ഞിയുടെ മേൽ ചില ദൈവികമായിരിക്കുന്ന ന്യായവിധി നടത്തുവാണ്ടൊക്കെയാണെന്ന് ദൈവത്തിൻ്റെ വചനം നാം തുടർന്ന് വായിക്കുമ്പോൾ ദർശിക്കാനൊക്കെ കഴിയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ദാസൻ ഭയന്ന് മാറിയും. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് നോക്കിയിരിക്കുന്ന ലോകത്തിലുള്ള സകല ക്രൈസ്തവ സമൂഹങ്ങളും യേശു വരുവാണ്ടൊക്കെ താമസിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ
അനേക ആൾ നിരാശരായിട്ട് മാറിയിട്ടുണ്ട്, അനേക ദുഃഖിതരായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. നിരാശപ്പെട്ട് നിൽക്കുവാൻ തൊക്കണമല്ല, നാം നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമ്മെ ശക്തീകരിക്കുക ദൈവമാണ്. അവൻ നമ്മെ നടത്തുക തന്നെ ചെയ്യും. അന്ത്യത്തോളം നടത്തുവാൻ തൊക്കണമാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്. പലപ്പോഴും കഷ്ടതയുടെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും മധ്യേ നിരാശപ്പെടും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രിയപ്പെട്ട പൈതലേ, ഞാൻ നിന്നെ നിരാശപ്പെടുവാൻ തൊക്കണമല്ല വിളിച്ച് വേർതിരിച്ചത്. നീ ദുഃഖത്തിലും വേദനയിലും ഇരുന്ന് നെടുവീർപ്പിടുവാൻ തൊക്കണമല്ല. സാത്താൻ ഒരുക്കുന്ന നിരാശയുടെ നടുച്ചുടിയിലിരുന്നുകൊണ്ട് നീ ദുഃഖിച്ച് നിലവിളിക്കാൻ തൊക്കണമല്ല ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കും. നിരാശ മാറ്റ്, ദുഃഖം മാറ്റ്, യേശുക്രിസ്തുവിൽ ജയം പ്രാപിക്കുക, പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട വലിയ ആശ്വാസന വചനങ്ങളുണ്ട്. ഇത് വായിക്കുവാൻ തൊക്കണം ദൈവം നമ്മോട് പറയുന്നു. മതി എന്ന് പറയുവാൻ തൊക്കണം നിനക്ക് അവകാശമില്ല. മതിയെന്ന് പറയരുത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ ദാസൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന് മറുപടി കൊടുക്കണം. ശക്തി പ്രാപിച്ചു, അവൻ ബലം പ്രാപിച്ചു. പിന്നെ നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവമക്കളുടെ നിലയിൽ നമുക്ക് പറയാനൊക്കെ കഴിയേണ്ടുന്ന കാര്യങ്ങൾ, കർത്താവേ നീ എന്നെ ബലപ്പെടുത്തണമേ, നീ എന്നെ ശക്തീകരിക്കണമേ. ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിലെ ആഞ്ഞടിച്ചിരുന്നാൽ തന്നെയും ഞാൻ അതിന്മേൽ തകർന്നു പോകുന്നവനല്ല, ഞാൻ നിരാശപ്പെടുന്നവനല്ല. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അവൻ എന്നെ നടത്തുക തന്നെ ചെയ്യും. അന്ത്യത്തോളം നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ. പ്രിയമുള്ള ദൈവത്തിൻ്റെ ജനമേ, നാം നിരാശപ്പെടുവാൻ തൊക്കണമല്ല ദൈവത്തിൻ്റെ സന്നിധി. ദൈവത്തിൻ്റെ സന്നിധി നിരാശയുടെ വാക്കില്ല, പ്രത്യാശയുടെ വാക്കാണ്, അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. മുന്നോട്ട് സഞ്ചരിക്കാൻ തൊക്കണം ദൈവം നിന്നെ വിളിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുക. നീ കഴിഞ്ഞ പുറകിലോട്ട് നോക്കുമ്പോൾ, കഴിഞ്ഞ നാളിൽ ദൈവം നിന്നെ നടത്തിയ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീ നിരാശപ്പെട്ട് ദുഃഖിച്ച് വേദനയോട് കൂടെ നിൽക്കുവാൻ തൊക്കണമല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുക. പ്രിയ സുഹൃത്തേ, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരൂ. യേശു പറയുന്നു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിനക്ക് സകല അനുഗ്രഹങ്ങളും തരുന്ന ദൈവമാണ്. നീ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ വിളിച്ച ദൈവമാണെങ്കിൽ അവസാനത്തോളം ഞാൻ നിന്നെ നടത്തുവാൻ തൊക്കണം മതിയായ ദൈവമാണ്. വഴിയിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, വഴിയിൽ നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. ലോകത്തിലെല്ലാ മനുഷ്യരും നിന്നെ ഉപേക്ഷിച്ചിരുന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ഇന്ന് നിരാശയുടെ വക്കിലാണ് നാം ആയിരിക്കുന്നെങ്കിൽ നാം നിരാശപ്പെടരുത്. യേശുക്രിസ്തുവിലേക്ക് അടുത്ത് തരണം. കർത്താവ് നിൻ്റെ സകല ആവശ്യങ്ങൾക്ക് മതിയായ ദൈവമാണ്. കർത്താവ് നിന്നെ പുലർത്തുന്ന ദൈവമാണ്. നിനക്ക് ആരോഗ്യം തരുന്നു, നിനക്ക് സന്തോഷം തരുവാൻ, നിനക്ക് സമാധാനം തരുവാൻ, നിനക്ക് ആശ്വാസം തരുവാൻ, നിൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് ആനന്ദിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷിതാവായിട്ട് നിൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്വീകരിച്ചാൽ വാതിലുകൾ അകത്ത് നിന്ന് അടച്ചിരിക്കുകയാണ്. പുറത്തു നിന്ന് മുട്ടുന്ന ഒരു കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യയുണ്ട്. അവൻ നമ്മുടെ വാതിലിൻ്റെ അടുക്കൊന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. മകനെ, മകളെ, നീ എനിക്ക് വേണ്ടി നിൻ്റെ ഹൃദയം തുറന്നു തരുമോ? ഇന്ന് പകൽക്കാലം ഭീഷണികളുടെ മുമ്പാകെ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ധൈര്യമായിട്ട് പ്രാർത്ഥനയോടുകൂടെ മുമ്പിലേക്ക് കടന്നു വരിക. ഈ കർത്താവ് ലോകരക്ഷിതാവാണ്. ഈ കർത്താവ് അഖിലാണ്ടത സൃഷ്ടിതാവാണ്. അവൻ ശക്തനാണ്, അവൻ ബലവാനാണ്, അവൻ സകലത്തിന് മതിയായ ദൈവമാണ്. നിൻ്റെ രോഗത്തിന് അവൻ മതിയായ ദൈവമാണ്. നിൻ്റെ സകല കാര്യങ്ങൾക്ക് അവൻ മതിയായ ദൈവമാണ്. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നീ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ട് നിൽക്കുന്നത്, ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ്റെ കൊണ്ട് മതി എന്ന് നിൻ്റെ ജീവിതത്തിൽ നീ പറയരുത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവാചകൻ പോലും കർത്താവേ മതി എന്ന് പറഞ്ഞുകൊണ്ട്, അനേക വീര്യപ്രവൃത്തികൾ ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട്, ചൂരച്ചെടിയുടെ തണലിടുന്നുകൊണ്ട് അവൻ മരിക്കുവാൻ്റെ കൊണ്ടും ആഗ്രഹിച്ചു. എൻ്റെ പ്രാണനെ നീ എടുക്കണമേ എന്ന് പറഞ്ഞു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ ദുഃഖത്തിൻ്റെ മധ്യേ ഞങ്ങളെന്നെ പറഞ്ഞു പോയിട്ടുള്ള ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ ക്രൂസിൻ്റെ അടിവാരത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അനുഗ്രഹിക്കണമേ. കേൾവിക്കാരായ ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കേൾവിക്കാരെയും അനുഗ്രഹിച്ചാട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയനവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.